അസ്സലാമലൈക്കും. അങ്ങനെ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബസുമതി അരിയിലുള്ള ചോറ്, പിന്നെ ദാൽ കറി, ചിക്കൻ ഫ്രൈ. അങ്ങനെ കോഴി മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിരുന്നു. അങ്ങനെ കോഴി വേവിട്ട് പിന്നെ ചോറിൻ്റെ ഇതൊന്നും ഞാൻ വലിയ അരി ഇടുന്നത് ദാൽ ഇടുന്നതൊന്നും കാണിക്കുന്നില്ല. കറി നല്ല ഒന്ന് തിളച്ച് വരുന്നുണ്ട്, ദാൽ എല്ലാം ഇട്ടിട്ട് ചോറ് ഇവിടെ റെഡി ആയിരിക്കുന്നു. പിന്നെ അതിൻ്റെ കൂടെ ചീൻചട്ടി വെക്കാൻ തുടങ്ങി ദാളിന് പിന്നെ കടുകെല്ലാം ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ എണ്ണ ഒഴിച്ച് ഒരല്പം കടുകിട്ട് അത് പൊട്ടി വരികയാണ്. അത് പൊട്ടി വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, വെളുത്തുള്ളി മെല്ലെ ഇട്ട് കൊടുക്കണം. വെളുത്തുള്ളി ഇട്ട് കൊടുക്കുമ്പോഴാണ് അങ്ങനെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. അത് കുറച്ച് അതിൻ്റെ മണക്ക മാറുമ്പോഴേക്ക് കുറച്ച് കറിവേപ്പില, നമ്മൾ ഈ കറിവേപ്പിലയും കൂടിയിട്ട് നല്ല മിക്സാക്കി കറിയിലേക്ക് ഒഴിക്കുമ്പോൾ മാഷാ അല്ലാ ഒരു മണം വരാനുണ്ട് ദാൾ കറിന്ന്. നല്ല ദാൾ തിളക്കട്ടെ. പിന്നെ ചോറൊക്കെ റെഡിയായി. അങ്ങനെ ദാൾ കറിയും റെഡിയായിരിക്കുന്നു. പിന്നെ ഒരു ചീൻചട്ടി വെച്ചു, അതിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി വരുമ്പോഴേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടു. കറിവേപ്പില അങ്ങോട്ട് ചിക്കനെല്ലാം മിക്സാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് ചിക്കൻ ഫ്രൈ ആക്കാൻ വേണ്ടി ഓരോ ചിക്കൻ ഇങ്ങനെ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ തുടങ്ങി. ചിക്കനെല്ലാം റെഡിയായി. കാണുമ്പോൾ തന്നെ എന്താ ടേസ്റ്റ്, ആഹാ. അപ്പോൾ ഇത് കഴിച്ച് നോക്കുമ്പോഴേക്കാ നല്ല തിളക്കട്ടെ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് സലാഡും ഉണ്ടാക്കി. സലാഡും നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റ്. ദാള്, ചോറ്, നല്ല ചിക്കൻ ഫ്രൈയും സലാഡും, ഇന്ന് നല്ല സൂപ്പർ ചോറും ഫുഡ്. മാഷാ അല്ലാ.